SPC കേഡറ്റിനെ പീഡിപ്പിച്ച SI അറസ്റ്റിൽ. ഇരിഞ്ഞാലക്കുടയിലെ റൂറൽ SP ഓഫീസിൽ ജോലി ചെയ്യുന്ന ഗ്രേഡ് SI ചന്ദ്രശേഖരനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. റോഡരികിൽ കിടക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ യാത്രാ ദുരിതം ഉണ്ടാക്കുന്നതായി പരാതി. കൊരട്ടി പോളിടെക്നിക് റോഡിൽ കോനൂരിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് പൊതുമരാമത്ത് റോഡിൽ KSEB അധികൃതർ പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നതാണ് അപകടങ്ങൾക്കും യാത്രാ ദുരിതത്തിനും കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം മോഷണം നടന്ന കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തി. തൃശൂർ റൂറൽ ഫിംഗർ പ്രിന്റ് വിദഗ്ധ KV ജിഷയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. SPC കേഡറ്റിനെ പീഡിപ്പിച്ച SI അറസ്റ്റിൽ. ഇരിഞ്ഞാലക്കുടയിലെ റൂറൽ SP ഓഫീസിൽ ജോലി ചെയ്യുന്ന ഗ്രേഡ് SI ചന്ദ്രശേഖരനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 വർഷം മുൻപ് ഇയാളെ മാള സ്റ്റേഷനിൽ ജോലി ചെയ്ത സമയത്തായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂരിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് കുട്ടിയുടെ മൊഴി. മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗിന് വിധേയമായപ്പോഴാണ് പെൺകുട്ടി SI പീഡിപ്പിച്ച വിവരം വെളിപ്പെടുത്തിയത്. തുടർന്ന് കൗൺസിലർ ഇരിഞ്ഞാലക്കുട വനിതാ സെല്ലിൽ വിവരമറിയിക്കുകയും പിന്നീട് കൊടുങ്ങല്ലൂർ പോലീസിന് കേസ് കൈമാറുകയുമായിരുന്നു. റോഡരികിൽ കിടക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ യാത്രാ ദുരിതം ഉണ്ടാക്കുന്നതായി പരാതി. കൊരട്ടി പോളിടെക്നിക് റോഡിൽ കോനൂരിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് പൊതുമരാമത്ത് റോഡിൽ KSEB അധികൃതർ പോസ്റ്റുകളിട്ടിരിക്കുന്നതാണ് അപകടങ്ങൾക്കും യാത്രാ ദുരിതത്തിനും കാരണമാകുന്നത്. പോളിടെക്നിക്കിലേക്കും LP സ്കൂളിലേക്കും മറ്റും വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുവഴി പോകാൻ വലിയ തടസ്സമായിരിക്കുകയാണ്. ദേശീയപാതയിൽ നിർമ്മാണ ജോലികൾ നടക്കുന്നതിനാൽ ഇതുവഴി ഇപ്പോൾ വാഹന ഗതാഗതം വർദ്ധിച്ചതോടെ വാഹനങ്ങൾക്ക് വലിയ തടസ്സമായി. പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് പരിസരവാസികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ KSEBയോട് നിർദ്ദേശിച്ചിട്ടും പോസ്റ്റുകൾ മാറ്റുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. അടിയന്തരമായി പോസ്റ്റുകൾ മാറ്റുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരനായ ബിജോയ് വടക്കുംപുറം പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർക്ക് പരാതി നൽകി. മീഡിയ ടൈം, കൊരട്ടി. കായിക അധ്യാപകരില്ലാത്ത വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് കായിക പരിശീലനം നൽകി അന്നമനട ഗ്രാമപഞ്ചായത്ത്. കായിക അധ്യാപകരില്ലാത്ത LP UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ, വോളിബോൾ, അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിൽ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ ചെന്നും തുടർച്ചയെന്നോണം പഞ്ചായത്ത് സ്റ്റേഡിയത്ത് പഞ്ചായത്ത് തലത്തിൽ 7 ദിവസം തുടർച്ചയായും പിന്നീട് ആഴ്ചയിൽ ഒരിക്കലും പരിശീലനം നൽകുന്നതാണ് പദ്ധതി. കായിക അധ്യാപകരില്ലാത്ത LP UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ, വോളിബോൾ, അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിൽ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ ചെന്നും തുടർച്ചയെന്നോണം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ പഞ്ചായത്ത് തലത്തിൽ 7 ദിവസം തുടർച്ചയായും പിന്നീട് ആഴ്ചയിൽ ഒരിക്കലും പരിശീലനം നൽകുന്നതാണ് പദ്ധതി. പരിശീലനത്തിന് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ സ്പോർട്സ് അക്കാദമിക്ക് 1 ലക്ഷം രൂപയും കായിക പരിശീലനത്തിന് 1 ലക്ഷം രൂപയും നീക്കിവച്ചു. കൂടാതെ നീറ്റ ജലാറ്റിൻ കമ്പനിയുടെ CSR ഫണ്ടിന്റെ സഹായവുമുണ്ട്. പഞ്ചായത്തിലെ എല്ലാ LP UP സ്കൂളുകൾക്കും കായിക ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട്. മേലടൂർ LP, അന്നമനട UP സ്കൂളുകളിലേക്ക് ഇൻഡോർ ജിം സ്ഥാപിച്ച് കായിക പരിശീലനത്തിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. CI മജീദ്, രമേശ്, ജിതേഷ് PD, കബീർ എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. 7 ദിവസം നീണ്ടുനിന്ന പരിശീലന ക്യാമ്പിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. നീറ്റ ജലാറ്റിൻ ഹെഡ് പോളി സെബാസ്റ്റ്യൻ, മഞ്ജു സതീശൻ, KK രവി നമ്പൂതിരി, ഡേവിസ് കുര്യൻ, ടെസ്റ്റി ടൈറ്റസ്, ഷീജ നസീർ, സൂരജ്, എബി സെബാസ്റ്റ്യൻ, കോച്ച് മജീദ്, രമേശ് എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, മാള. കഴിഞ്ഞ ദിവസം മോഷണം നടന്ന കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തി. തൃശൂർ റൂറൽ ഫിംഗർ പ്രിന്റ് വിദഗ്ധ KV ജിഷയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. സ്കൂളിന്റെ അടുക്കളയിലും പരിസരങ്ങളിലും സ്കൂൾ ബസ്സിലുമാണ് പരിശോധന നടത്തിയത്. കൊടകര CI PK ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സന്നിഹിതരായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയിലാണ് സാമൂഹ്യ വിരുദ്ധർ LP സ്കൂളിൽ എത്തിയത്. സ്കൂളിലെ അടുക്കളയിൽ നിന്ന് 2 ഗ്യാസ് സിലിണ്ടർ മോഷ്ടിക്കുകയും അടുക്കളയുടെ പരിസരത്തും കുട്ടികൾ കൈകൾ കഴുകുന്ന ടാപ്പിനു മുകളിലും മുളകുപൊടി വിതറുകയും ചെയ്തിരുന്നു. കൂടാതെ ഷെഡിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂൾ ബസിന്റെ 3 ടയറുകൾ പഞ്ചറാക്കുകയും ചെയ്തു. കളഞ്ഞുകിട്ടിയ പേഴ്സ് ഉടമസ്ഥന് തിരികെ നൽകി സ്കൂൾ വിദ്യാർത്ഥി മാതൃകയായി. അന്നമനട വെണ്ണൂർ സ്വദേശി പനഞ്ചിക്കപ്പറമ്പിൽ ജിനേഷിന്റെ മകൻ ധീരജ് കൃഷ്ണയാണ്
വഴിയിൽ നിന്നും ലഭിച്ച പണമടങ്ങിയ പേഴ്സ് തിരികെ ഏൽപ്പിച്ച് മാതൃകയായത്. മാള പള്ളിപ്പുറം സ്വദേശി ഗിരീഷിന്റെ 3520 രൂപ അടങ്ങിയ പേഴ്സാണ് നഷ്ടപ്പെട്ടത്. സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള സൈക്കിൾ യാത്രയിലാണ് പണമടങ്ങിയ പേഴ്സ് വഴിയിൽ നിന്നും ധീരജിന് കിട്ടിയത്. തുടർന്ന് പേഴ്സ് കിട്ടിയ വിവരം വീട്ടുകാരെ അറിയിക്കുകയും നവമാധ്യമ ഗ്രൂപ്പുകളിലൂടെ അറിയിക്കുകയും ചെയ്തു. പഞ്ചായത്ത് അംഗം സുനിത സജീവന്റെ സഹായത്തോടെ പേഴ്സിന്റെ ഉടമ പ്രവാസിയായ ഗിരീഷിനെ കണ്ടെത്തുകയും പേഴ്സ് കൈമാറുകയും ചെയ്തു. മേലടൂർ സർക്കാർ സമിതി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ധീരജ്. മികച്ച മാതൃക കാണിച്ച് സ്കൂളിന്റെ അഭിമാനമായ ധീരജിനെ സ്കൂൾ അധികൃതർ അനുമോദിച്ചു. മീഡിയ ടൈം, മാള. മകളുടെ കല്യാണ വേദിയിൽ മക്കളുടെ നിർബന്ധത്തിനു വഴങ്ങി അച്ഛനൊരു തകർപ്പൻ ഡാൻസ് കളിച്ചു. സദസ്സ് അത്ഭുതത്തോടെ കണ്ണടച്ചു തുറക്കും മുമ്പേ ഡാൻസ് തീർന്നുവെങ്കിലും സമൂഹ മാധ്യമങ്ങൾ അച്ഛന്റെയും മക്കളുടെയും പ്രകടനം ഏറ്റെടുത്തു. ഒറ്റ ദിവസം കൊണ്ട് 10 ലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ട് ലൈക്കും ഷെയറും നൽകിയത്. ചന്ദ്രാപിന്നി സ്വദേശി കോറോട്ട് ലാലുവും മക്കളും ചുവടുവെച്ച നൃത്തമാണ് സമൂഹ മാധ്യമങ്ങളിലെ മിന്നും താരങ്ങളാക്കി ഇവരെ മാറ്റിയത്. ഇക്കഴിഞ്ഞ 8-നായിരുന്നു എടമുട്ടം ഗാഥ ഓഡിറ്റോറിയത്തിൽ ലാലുവിന്റെ മൂത്തമകൾ ദേവികയുടെ വിവാഹം. കല്യാണത്തിന് 1 മാസം മുമ്പേ തന്നെ ദേവികയും ലാലുവിന്റെ ഇളയ മകൾ അനാമികയും സുഹൃത്തുക്കളും ചേർന്ന് ഡാൻസിന്റെ പരിശീലനം തുടങ്ങിയിരുന്നു. ചെറുപ്പത്തിലെ പ്രൊഫഷണൽ ഡാൻസറായിരുന്നു ലാലു. പക്ഷേ നൃത്തവേദികളിൽ നിന്ന് 18 വർഷമായി അകന്നു നിൽക്കുന്ന അച്ഛനെ കൊണ്ട് വീണ്ടും ഡാൻസ് ചെയ്യിപ്പിക്കണമെന്ന മക്കളുടെ ആഗ്രഹമാണ് വിവാഹ ദിനത്തിൽ സഫലമായത്. പക്ഷേ ഇക്കാര്യം ലാലുവിനോട് 2 മക്കളും സൂചിപ്പിച്ചതുപോലുമില്ല. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് ഫോട്ടോ സെക്ഷനിടയിലാണ് ഫ്യൂഷൻ ഡാൻസ് അരങ്ങേറിയത്. വേദിക്കരികിൽ മക്കളുടെ നൃത്തം ആസ്വദിച്ചു നിന്നിരുന്ന ലാലുവിനെ നൃത്തത്തിനിടയിൽ ഇളയ മകൾ അനാമിക വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. കാതലൻ സിനിമയിലെ മുക്കാല മുക്കാബുല എന്ന് തുടങ്ങുന്ന ഗാനത്തിന് അങ്ങനെ മക്കളോടൊപ്പം അച്ഛനും തകർത്തു കളിച്ചു. വേദിയിൽ നിന്നും ഇറങ്ങിയതും അഭിനന്ദനങ്ങളുമായി നിരവധി പേർ ചുറ്റും കൂടി. വിവാഹത്തിന് പ്രിയപ്പെട്ട അച്ഛന് മക്കൾ നൽകിയ സർപ്രൈസ് സമ്മാനം കൂടിയായി അത്. ഇല്ല, മക്കളെ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് കളിക്കാൻ ആഗ്രഹം ഇല്ല. എനിക്ക് അതിൽ മക്കൾ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഒരു പാട്ട് വെച്ചിട്ടുണ്ട് അച്ഛനെ ഭാഗമായിട്ട്. അച്ഛൻ അന്ന് കയറിയാൽ മതി, ഇന്ന് നോക്കണ്ട. അന്ന് ഞങ്ങളെ സ്റ്റേജ് പോലെ മാത്രം. ഞാനൊരു 18 കൊല്ലമായി ഡാൻസ് പരിപാടിയൊക്കെ നിർത്തി. ഞാൻ ഡാൻസ് കയറിയിരുന്നു, ഡാൻസ് കളിച്ചിരുന്ന ആളാണ്, ഡാൻസ് മാസ്റ്റർ ആയിരുന്നു, നല്ലോണം ഡാൻസ് കളിച്ചിരുന്ന ആളാണ്. പല ടീമുകളിലും കളിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകളിൽ വന്ന കാരണം ഞാൻ ഡാൻസൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ചെറുതല്ല, ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് പറ്റി. അപ്പോൾ ഡാൻസൊക്കെ വേണ്ടാന്ന് വെച്ച് നിർത്തിയാണ്. 18 കൊല്ലമായി. എന്നിട്ട് 18 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് പാതിയായിട്ടാണ് എൻ്റെ മക്കളെ കൂടെ കളിച്ചത്. മക്കൾ പറയുന്നത് കളിക്കണം, ഇനി കളിക്കണം, അച്ഛൻ കളിക്കി എന്നൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാരും. മക്കൾ മാത്രമല്ല, പല ആൾക്കാരും ലാലു നീ കളിക്കാൻ പറയുന്നത്, നീ കളിച്ച് നിൽക്ക്, എത്രത്തോളം എത്തിക്കോട്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കാം ഞാൻ നിൽക്കുന്നുണ്ട്. മക്കളെ സന്തോഷം ഞാൻ നിന്നാണ്. ഇപ്പോൾ കാര്യം നമ്മളൊരു വലങ്കൈ, എൻ്റെ വലങ്കൈൻ്റെ ഒരു മോള്, അതിന് വലങ്കൈ പോയ കാരണം ഒരു ചെറിയ ടെൻഷനുകൾ വിഷമങ്ങൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വന്നപ്പോൾ അവർക്കും വിഷമം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇ.ടി. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. സിനിമ സീരിയൽ താരം സുരേഷ് ബാബു, കലാമണ്ഡലം നിസരി നന്ദൻ എന്നിവർ ചേർന്ന് ലോഗോ പ്രകാശനം നിർവഹിച്ചു. ജനറൽ കൺവീനർ E.G. സജിമോൻ, കമ്മിറ്റി ചെയർപേഴ്സൺ P.K. സുകന്യ, വലപ്പാട് AO K.V. അമ്പിളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R.K. ബേബി, പബ്ലിസിറ്റി കൺവീനർ രശ്മി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ലോഗോ തയ്യാറാക്കിയ കയ്പമംഗലം ഫിഷറീസ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ ഫസ്നയെ ചടങ്ങിൽ അനുമോദിച്ചു. ഒക്ടോബർ 15, 16, 17, 18 തീയതികളിലായി കയ്പമംഗലം ഫിഷറീസ് സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത്. KPMS മുൻ സംസ്ഥാന കമ്മിറ്റി നേതാവ് കാട്ടത്തറ വേലായുധൻ 7ാം ചരമദിനാനുസ്മരണം നടന്നു. മാള യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറപ്പുറത്ത് നടക്കുന്ന അനുസ്മരണ യോഗം KPMS സംഘടനാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി വിനയൻ മംഗലപ്പള്ളി, ജില്ലാ സെക്രട്ടറി E.K. മോഹൻദാസ്, ജില്ലാ ട്രഷറർ PC. ബാബു, ജില്ലാ കമ്മിറ്റി അംഗം തങ്കമ്മ വേലായുധൻ,
EV ഹരിഹരൻ, AP സ്വാമിനാഥൻ, സുനിൽ മാട്ടിന്മേൽ എന്നിവർ പ്രസംഗിച്ചു. മാള കോട്ടയ്ക്കൽ സെന്റ് തെരാസസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ബിരുദദാന ചടങ്ങും സെപ്റ്റംബർ 27-ന് നടത്തുമെന്ന് കോളേജ് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇവിടുത്തെ ജനങ്ങൾക്ക്, കർഷക ഗ്രാമീണ ജനതകൾക്ക് ഉന്നത വിദ്യാഭ്യാസം സംലഭ്യമാക്കിയത് ഈ മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസസ് കോളേജാണ്. ഇന്ന് 50 വർഷത്തിലേക്ക് അടുക്കുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മേഖലയിലെ മിക്കവാറും എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും മറ്റു രീതിയിലുള്ള ബിസിനസ് പീപ്പിൾസ് മറ്റെല്ലാവരും അവരെ ഉന്നത വിദ്യാഭ്യാസം നേടിയെടുത്തത് ഈ കോളേജിൽ നിന്നാണ് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഗവൺമെൻറ് സെക്രട്ടറി മുതൽ അസിസ്റ്റന്റ് കളക്ടർ മുതൽ AIM പോലെയുള്ള സ്ഥാപനം നടത്തുന്ന ആളുകൾ വരെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ കോളേജിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. റിഗാലി എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിർവഹിക്കും. സുവർണ ജൂബിലി സ്മാരകമായി കോളേജിലെ ഭവനരഹിതനായ വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകുന്ന ജൂബിലി ഭവനത്തിന് സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ രേഖകൾ സ്ഥല ഉടമയിൽ നിന്നും ഏറ്റുവാങ്ങും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി, പ്രിൻസിപ്പൽ EJ ജോളി, EK അൽഫോൻസ, അഡ്വക്കേറ്റ് പോളി ആന്റണി, AR ചന്ദ്രബോസ്, ജിനിൽ ജോർജ് എന്നിവർ പങ്കെടുത്തു. മാള സെന്റ് തെരേസസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 2021-24 ബാച്ചിൻ്റെ 120ഓളം കുട്ടികൾ അവരുടെ ബിരുദം സ്വീകരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദദാനം നിർവഹിക്കുന്നത് ഓണറബിൾ മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ദേവമാത പ്രോവിൻസ് തൃശ്ശൂരിൻ്റെ എഡ്യൂക്കേഷണൽ കൗൺസിലറായ റവറൻ ഫാദർ സന്തോഷ് മുണ്ടൻമാണി CMI അച്ഛനാണ്. പ്രസ്തുത ചടങ്ങിൽ കോളേജിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഔപചാരികമായി നിർവഹിക്കപ്പെടുകയാണ്. ഈ അവസരത്തിൽ ഗോൾഡൻ ജൂബിലി സ്മാരകമായി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഭവന നിർമ്മാണ പദ്ധതിയും ഈ വേളയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുഴിക്കാട്ടുശ്ശേരി വെള്ളാഞ്ചിറ കുളത്തിന് മുൻവശമുള്ള കുട്ടികളുടെ പാർക്ക്, വഴിയിടം എന്നിവ ശുചീകരിച്ചു. സ്വച്ഛതാ ഹി സേവ NSS പ്രൊജക്ടിന്റെ ഭാഗമായി മാലിന്യമുക്ത കേരളം പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. വാർഡ് മെമ്പർ മിനി പോളി ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ ജാഗ്രതാ ജ്യോതി തെളിയിച്ചു. PTA പ്രസിഡന്റ് ബാബു തോമസ്, തണൽ പുരുഷ സംഘം പ്രസിഡന്റ് PU ബിൽസൺ, വോളണ്ടിയർ ലീഡർമാരായ ജിസ ജോസ്, ആൻമരിയ CA, പ്രോഗ്രാം ഓഫീസർ മിനി ജോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രിയും RSS പോലീസ് മേധാവിയും ചേർന്നുള്ള കൂട്ടുകെട്ടിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് ആസ്ഥാനത്തിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. പിന്നീട് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി TPM ജിഷാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AM നൌഫൽ അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ്, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്, MSF സംസ്ഥാന സെക്രട്ടറി SA അൽ റസീൻ, യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KA സക്കറിയ എന്നിവർ പ്രസംഗിച്ചു. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രശസ്ത കവി P രാമൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. കോളേജ് PTA-യും KKTM സീഡ്സും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ശർമിള TK അധ്യക്ഷത വഹിച്ചു. KKTM സീഡ്സ് പ്രസിഡന്റ് UK വിശ്വനാഥൻ, IQAC കോർഡിനേറ്റർ ഡോക്ടർ ലവ്ലി ജോർജ്, PTA വൈസ് പ്രസിഡന്റ് ശ്രീ സുനിൽ ദത്ത് MR, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ G ജിഷ കുമാരി, PTA സെക്രട്ടറി ഡോക്ടർ വിനശ്രീ S എന്നിവർ സംസാരിച്ചു. ഗവേഷക അപർണ BM കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സാഹിത്യ സംഭാവനകൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. ഈ വർഷം ആമ്പലൂരിലുണ്ടായ വെള്ളപ്പൊക്ക ദുരിതത്തിൽ നാശനഷ്ടം സംഭവിച്ച പ്രദേശത്തെ വ്യാപാരികൾക്ക്
വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ സഹായം കൈമാറി. പുതുക്കാട് മണ്ഡലം യോഗത്തിൽ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാറിൽ നിന്നും ആമ്പല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പണ്ടാരി, യൂത്ത് വിംഗ് പ്രസിഡന്റ് KT പിയൂസ് എന്നിവർ ചേർന്ന് സഹായധനം സ്വീകരിച്ചു. പുതുക്കാട് മണ്ഡലത്തിന് വിതരണം ചെയ്ത 11.5 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ച ആമ്പല്ലൂരിലെ വ്യാപാരികൾക്കായി നൽകിയത്. പുതുക്കാട് മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മഞ്ഞളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം ജനറൽ കൺവീനർ രഞ്ജിമോൻ, ട്രഷറർ ഡേവിസ് വില്ലടത്തുകാരൻ, യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രതീഷ് പോൾ, വനിതാ വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഫൗസിയ ഷാജഹാൻ, യൂണിറ്റ് സെക്രട്ടറി PL റെജി എന്നിവർ സന്നിഹിതരായിരുന്നു. ആനാപ്പുഴ KPKM ഗവൺമെന്റ് UP സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി വർണ്ണക്കൂടാരം പദ്ധതി ആരംഭിച്ചു. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി SSK തൃശൂർ, കൊടുങ്ങല്ലൂർ, BRC എന്നിവയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. 13 ഇടങ്ങളിലായി 30 ടീമുകളുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കളിച്ചും ചിരിച്ചും വരച്ചും നിർമ്മിച്ചും പരീക്ഷണങ്ങൾ നടത്തിയും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ അറിവ് നേടാൻ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ TK ഗീത നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ മുഖ്യാതിഥിയായിരുന്നു. സ്കൂളിലെ പ്രധാന അധ്യാപിക ഫിലോ KR, ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ, ON ജയദേവൻ, VM ജോണി എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, ICDCS സൂപ്പർവൈസർ IP പ്രമീന തുടങ്ങിയവർ സംസാരിച്ചു. 24 ഭിന്നശേഷിക്കാർക്കാണ് നിപ്മറിന്റെ സഹായത്തോടെ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ഹിയറിംഗ് എയ്ഡ്, വീൽ ചെയർ, എൽബോ ക്രച്ചസ്, തെറാപ്പി മറ്റു തുടങ്ങിയ സഹായോപകരണങ്ങളാണ് വിതരണം ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. SPC കേഡറ്റിനെ പീഡിപ്പിച്ച SI അറസ്റ്റിൽ. ഇരിഞ്ഞാലക്കുടയിലെ റൂറൽ SP ഓഫീസിൽ ജോലി ചെയ്യുന്ന ഗ്രേഡ് SI ചന്ദ്രശേഖരനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. റോഡരികിൽ കിടക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ യാത്രാ ദുരിതം ഉണ്ടാക്കുന്നതായി പരാതി. കൊരട്ടി പോളിടെക്നിക് റോഡിൽ കോനൂരിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് പൊതുമരാമത്ത് റോഡിൽ KSEB അധികൃതർ പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നതാണ് അപകടങ്ങൾക്കും യാത്രാ ദുരിതത്തിനും കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം മോഷണം നടന്ന കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തി. തൃശൂർ റൂറൽ ഫിംഗർ പ്രിന്റ് വിദഗ്ധ KV ജിഷയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.